നമസ്കാരം. ആസാദി നൈറ്റ് എഡിഷനിലേക്ക് ഏവർക്കും സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ. ശബരിമല സ്വർണ്ണമോഷണം കണ്ഠരര് രാജാവിന് 14 ദിവസം റിമാൻഡിൽ. ശബരിമല സ്വർണ്ണമോഷണത്തിന് ED കേസെടുത്തു. ഹിമാചൽ പ്രദേശിൽ ബസ് കൊക്കയിലേക്ക് മറിഞ്ഞു, 25 മരണം. കോവിഡ് കാലത്ത് ഉച്ചഭക്ഷണം നൽകിയത് കടലാസിൽ. രാജസ്ഥാനിൽ 20,000 കോടിയുടെ വെട്ടിപ്പ് പുറത്ത്. മുത്തപ്പനോട് സംസാരിച്ച് തലസ്ഥാനം. പുസ്തകോത്സവ നഗരിയിൽ പൊലിമയേകി തെയ്യവും തിറയും. കാണാനായിരങ്ങൾ. സംസ്ഥാനത്ത് 15 ട്രെയിനുകൾക്ക് വിവിധ സ്റ്റേഷനുകളിൽ സ്റ്റോപ്പ് അനുവദിച്ചു. വിശദമായ വാർത്തകളിലേക്ക് കടക്കാം. ശബരിമല സ്വർണ്ണമോഷണ കേസിൽ വ്യക്തമായ പങ്കുണ്ടെന്ന് കണ്ടെത്തിയതോടെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്ത ശബരിമല തന്ത്രി കണ്ഠരര് രാജാവിനെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. കൊല്ലം വിജിലൻസ് കോടതിയാണ് റിമാൻഡ് ചെയ്തത്. വെള്ളിയാഴ്ച പുലർച്ചെ ഹാജരായ കണ്ഠരര് രാജാവിനെ 8 മണിക്കൂറോളം ചോദ്യം ചെയ്ത ശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. കട്ടിളപ്പാളിയിലെ സ്വർണം കവർന്ന കേസിലാണ് നിലവിൽ അറസ്റ്റ്. 13ാം പ്രതിയാണ്. കൂടുതൽ ചോദ്യം ചെയ്ത ശേഷം ദ്വാരപാലക ശില്പപാളി കേസിലും അറസ്റ്റ് രേഖപ്പെടുത്തും. സ്വർണം മോഷ്ടിക്കാൻ മുഖ്യമന്ത്രി ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും സംഘത്തിനും അവസരമൊരുക്കിയത് തന്ത്രിയാണെന്ന നിർണായക വിവരം അന്വേഷണ സംഘത്തിന് നേരത്തെ ലഭിച്ചിരുന്നു. എന്നാൽ പരമാവധി തെളിവുകൾ ശേഖരിച്ച് ഹൈക്കോടതിയെ ബോധ്യപ്പെടുത്തിയ ശേഷമാണ് SIT അറസ്റ്റിലേക്ക് കടന്നത്. ശബരിമല സ്വർണ്ണ മോഷണ കേസിലേത് ശാസ്ത്രീയവും നിഷ്പക്ഷവുമായ അന്വേഷണമാണെന്ന് ഹൈക്കോടതി വിലയിരുത്തിയിരുന്നു. ശബരിമലയിൽ ഏറ്റവും ഉന്നത സ്ഥാനമുള്ള തന്ത്രിയുടെ അറസ്റ്റോടെ അന്വേഷണം നിർണായക ഘട്ടത്തിലേക്ക് നീങ്ങി. ക്ഷേത്ര ആചാരപരമായ കാര്യങ്ങളിൽ അന്തിമ തീരുമാനമെടുക്കേണ്ട തന്ത്രി കുറ്റക്കാരായ മൗനാനുവാദം നൽകിയെന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. 2019 മെയ് 14 മുതൽ 19 വരെ തന്ത്രി സന്നിധാനത്തുണ്ടായിരുന്ന കാലയളവിലാണ് ശ്രീകോവിൽ വാതിലിന്റെ കട്ടിളപ്പാളികളും അയച്ചെടുത്ത് പോറ്റിക്ക് കൈമാറിയത്. സ്വർണ്ണമോഷണത്തെപ്പറ്റി കണ്ഠരര് രാജാവിന് ബോധ്യമുണ്ടായിരുന്നതായും SIT കണ്ടെത്തി. ശബരിമല മോഷണത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടർ കേസെടുത്തു. SIT അന്വേഷണത്തിൽ പ്രതികളാണെന്ന് കണ്ടെത്തിയവരെ പ്രതികളാക്കിയാണ് ED കേസ് രജിസ്റ്റർ ചെയ്തിരുന്നത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അനുമതിയോടെ ED കൊച്ചി യൂണിറ്റാണ് കേസെടുത്തത്. ഉണ്ണികൃഷ്ണൻ പോറ്റി, മൂരാരി ബാബു, ജ്വല്ലറി ഉടമ ഗോവർദ്ധൻ, 2019 തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ അംഗങ്ങൾ എന്നിവരടക്കം SITയുടെ കേസിൽ പ്രതിചേർക്കപ്പെട്ട 18 പേരാണ് EDയുടെ പ്രതിസ്ഥാനത്തുള്ളത്. കേസിൽ കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ട അന്വേഷണമാണ് ED നടത്തുക. ഹിമാചൽ പ്രദേശിൽ ബസ് കൊക്കയിലേക്ക് മറിഞ്ഞു ഉണ്ടായ അപകടത്തിൽ 8 പേർ മരിച്ചു, 25 പേർക്ക് പരിക്കേറ്റു. സ്ഥലത്ത് രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. 100 മുതൽ 200 വരെ താഴ്ചയിലേക്ക് വീണ വിവരം. ഷിംലയിലേക്ക് പോയ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ഹരിപ്പൂരിൽ ദറിയിൽ വെച്ചാണ് അപകടമുണ്ടായത്. രാജസ്ഥാൻ വിദ്യാലയങ്ങളിലെ ഉച്ചഭക്ഷണ പദ്ധതി 2000 കോടി രൂപയുടെ സംഘടിത വെട്ടിപ്പ് കണ്ടെത്തി. കോവിഡ് കാലത്ത് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ഉച്ചഭക്ഷണം കിറ്റുകൾ നൽകിയതായി രേഖകൾ ചമച്ചാണ് തട്ടിപ്പ് നടത്തിയത്. രാജസ്ഥാനിലെ അഴിമതി വിരുദ്ധ ബ്യൂറോ അന്വേഷണത്തിനൊടുവിൽ 21 വ്യക്തികളെയും സ്ഥാപനങ്ങളെയും പ്രതികളാക്കി കേസ് രജിസ്റ്റർ ചെയ്തു. മഹാമാരിയുടെ സമയത്ത് സ്കൂളുകൾ അടച്ചിട്ടപ്പോൾ രാജസ്ഥാൻ സ്റ്റേറ്റ് കോ-ഓപ്പറേറ്റീവ് കൺസ്യൂമർ ഫെഡറേഷൻ ഉദ്യോഗസ്ഥരും സ്വകാര്യ സ്ഥാപനങ്ങളുടെ പ്രതിനിധികളും ചേർന്നാണ് വൻതുകയുടെ വെട്ടിപ്പ് നടത്തിയത്. പദ്ധതിയുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ഒത്തുകളിച്ച് യോഗ്യരായ സ്ഥാപനങ്ങളെ ടെൻഡർ പ്രക്രിയയിൽ നിന്നും ഒഴിവാക്കി. പകരം തങ്ങൾക്ക് താൽപ്പര്യമുള്ള സ്ഥാപനങ്ങളെ തിരുകി കയറ്റി ഇല്ലാത്ത കിറ്റുകൾ വാങ്ങിച്ചതായും അവ വാഹനങ്ങളിൽ കയറ്റി കൊണ്ടുപോയി വിതരണം ചെയ്തതായും രേഖകൾ ഉണ്ടാക്കി പണം തട്ടി. മുത്തപ്പനോട് സംസാരിച്ച് തലസ്ഥാനം. പുസ്തകോത്സവ നഗരിയിൽ പൊലിമയേറിയ തെയ്യവും തിറയും. കാണാനായിരങ്ങൾ. കേരള നിയമസഭയുടെ രാജ്യാന്തര പുസ്തകോത്സവത്തിൽ ആവേശപ്പൊലിമയുടെ വടക്കേ മലബാറിന്റെ തനത് അനുഷ്ഠാന കലകൾ. നിയമസഭാ മ്യൂസിയത്തിൽ മുന്നിൽ അരങ്ങേറുന്ന തെയ്യവും തിറയും തലസ്ഥാന നഗരിക്ക് പുതുമയാർന്ന അനുഭവമായി. മാഹിയിലെ തെയ്യം, പൈതൃക സമിതി അവതരിപ്പിച്ച ഗുരുതി തർപ്പണം, കളരിപ്പയറ്റ്, പൂക്കുചുറ്റാട്ടൻ, തിറ, മുത്തപ്പൻ വെള്ളാട്ടം എന്നിവയാണ് അരങ്ങേറിയത്. വിദേശികൾ ഉൾപ്പെടെയുള്ളവർ വൻ ജനക്കൂട്ടമാണ് ത്യാഗത്തിന്റെ അതിജീവനത്തിന്റെ കഥകൾ പറയുന്ന തെയ്യാട്ടം കാണാനെത്തിയത്. മയ്യയുടെ ചരിത്രവും വിശ്വാസവും ഇഴചേർന്ന പൂക്കുട്ടിച്ചാത്തൻ തിറകാണികളിൽ ഏറെ കൗതുകമുണർത്തി. ഒരേ ഭഗവാന്റെ 2 പ്രധാനപ്പെട്ട ഭാവങ്ങളാണ് തെയ്യക്കോലത്തിൽ വരുന്ന മുത്തപ്പൻ പ്രതിനിധാനം ചെയ്യുന്നത്. ചന്ദ്രക്കലയുടെ രൂപമുള്ള കിരീടം വെച്ച് പരമശിവനെയും മത്സ്യരൂപമുള്ള മഹാവിഷ്ണുവിനെയും തങ്ങളുടെ സങ്കടങ്ങൾ തെയ്യക്കോലത്തിൽ വരുന്ന മുത്തപ്പനോട് നേരിട്ട് പറഞ്ഞ് ആശ്വാസം നേടാമെന്ന വിശ്വാസമാണ് ജനങ്ങളെ മുത്തപ്പനിലേക്ക് ആകർഷിക്കുന്നത്. മക്കളില്ലാതെ വിഷമിച്ച് അടിയുറച്ച ശിവഭക്തിയായ
പാടിക്കുറ്റിയമ്മയ്ക്കും മന്ദനാർ രാജാവിനും ലഭിച്ച കുട്ടിയാണ് പിൽക്കാലത്ത് മുത്തപ്പൻ എന്ന പേരിൽ എന്നറിയപ്പെടുന്നതാണെന്ന് ഐതിഹ്യം. പുസ്തകോത്സവത്തിന്റെ വരും ദിവസങ്ങളിലും വിവിധ തെയ്യക്കോലങ്ങൾ അരങ്ങേറിയെത്തും. മൂന്നാം ദിനമായ ജനുവരി 9 രാത്രി 7 മണിക്ക് പടവീരൻ തെയ്യവും, 10 രാത്രി 7 കുട്ടിച്ചാത്തൻ തെറിയും, 11 രാത്രി 7 അഗ്നികണ്ഠ കർണൻ തെയ്യവും അവതരിപ്പിക്കും. സ്ഥാപനത്തോടനുബന്ധിച്ച് 12 രാത്രി 7 മണിക്ക് വസൂരിമാല ഭഗവതി തെയ്യവും, രാത്രി 8 പൊട്ടൻ തെയ്യവും അരങ്ങേറുന്നതോടെ കലാപരിപാടികൾ സമാപിക്കും. സംസ്ഥാനത്ത് 15 ട്രെയിനുകൾക്കും വിവിധ സ്റ്റേഷനുകളിൽ പുതുതായി സ്റ്റോപ്പ് അനുവദിച്ച് റെയിൽവേ. 16-127, 16-128 ചെന്നൈ എഗ്മോർ ഗുരുവായൂർ എക്സ്പ്രസിന് അമ്പലപ്പുഴയിൽ സ്റ്റോപ്പ് അനുവദിച്ചു. 16-325, 16-325 നിലമ്പൂർ റോഡ് കോട്ടയം എക്സ്പ്രസ് തൂവൂർ ആലപ്പുഴ സ്റ്റേഷനുകളിൽ നിർത്തും. 16-37, 16-328 മധുരൈ ഗുരുവായൂർ എക്സ്പ്രസ് ചെറിഞ്ഞോട് സ്റ്റേഷനിൽ നിർത്തും. 16-336 നാഗർകോവിൽ ഗാന്ധിധാം വീക്കിലി എക്സ്പ്രസിന് പരപ്പനങ്ങാടി സ്റ്റേഷനിൽ സ്റ്റോപ്പ് അനുവദിച്ചു. 16-341 ഗുരുവായൂർ തിരുവനന്തപുരം ഇന്റർസിറ്റി എക്സ്പ്രസിന് പൂങ്കണ്ടം സ്റ്റേഷനിൽ സ്റ്റോപ്പ് അനുവദിച്ചു. 16-609 തൃശൂർ കണ്ണൂർ എക്സ്പ്രസ് കണ്ണൂർ സൗത്ത് സ്റ്റേഷനിൽ നിർത്തും. 16-730 പുനലൂർ മധുരൈ എക്സ്പ്രസ് ബാലരാമപുരം സ്റ്റേഷൻ. 16-790 ടൂട്ടിക്കോറിൻ പാലക്കാട് പാലരുവി എക്സ്പ്രസ് കിളിക്കൊല്ലൂർ സ്റ്റേഷൻ. 19-259 തിരുവനന്തപുരം നോർത്ത് ഭാവ്നഗർ എക്സ്പ്രസ് വടകര സ്റ്റേഷനിൽ നിർത്തും. 22-149, 22-150 എറണാകുളം പൂനെ എക്സ്പ്രസ് വടകര സ്റ്റേഷൻ. 16-309 കായംകുളം മെമു ഏറ്റുമാനൂർ സ്റ്റേഷനിലും. 22-475 ഹിസാർ കോയമ്പത്തൂർ എക്സ്പ്രസ് തിരൂർ സ്റ്റേഷൻ. 66-325, 66-326 നിലമ്പൂർ റോഡ് ഷൊർണൂർ മെമു തൂവൂർ സ്റ്റേഷൻ. വിലക്കയറ്റം പിടിച്ചു നിർത്താൻ സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ സാധിച്ചു. മന്ത്രി GR അനിൽ നിത്യോപയോഗ സാധനങ്ങളുടെ വില നിയന്ത്രിക്കുന്ന വിധത്തിൽ പൊതുവിപണിയിൽ ഇടപെടാൻ സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് ഭക്ഷ്യ പൊതുവിതരണ ഉപഭോക്തൃകാര്യ ലീഗൽ മെട്രോളജി വകുപ്പ് മന്ത്രി GR അനിൽ പറഞ്ഞു. വേങ്ങാട് നിലവിലുള്ള മാവിലെ സ്റ്റോർ സൂപ്പർ മാർക്കറ്റായി പ്രവർത്തനം ആരംഭിക്കുന്നതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ക്വാണ്ടം സയൻസ് 100ാം വാർഷിക വിളംബര ജാഥ നടത്തി. ക്വാണ്ടം സയൻസ് 100ാം വാർഷികാഘോഷ പ്രദർശനത്തിന്റെ വനിതാ കോളേജ് സുവർണ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി കണ്ണൂർ നഗരത്തിൽ വിളംബര ജാഥ നടന്നു. നൂറുകണക്കിന് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അധ്യാപകരും ശാസ്ത്രപ്രവർത്തകരും അണിനിരന്നു. കണ്ണൂർ ഹെഡ് പോസ്റ്റ് ഓഫീസിന് സമീപം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ ഫ്ലാഗ് ഓഫ് ചെയ്തു. ശാസ്ത്ര കലണ്ടറിന്റെ പ്രകാശനവും ചടങ്ങിൽ നടന്നു. കൃഷ്ണമേനോൻ വനിതാ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ KT ചന്ദ്രമോഹൻ അധ്യക്ഷനായി. വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ CP സന്തോഷ്, VK സുധാകരൻ, PP ബാബു, K വിനോദ് കുമാർ, K ദിവാകരൻ, ഡോക്ടർ AK സുരഭി, ഡോക്ടർ M സുകുമാരൻ, ഡോക്ടർ PA ഷാനവാസ്, ഡോക്ടർ സുരേഷ് TP, കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് അംഗവും കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ജില്ലാ പ്രസിഡന്റ് PV ജയശ്രീ, കോളേജ് വിദ്യാർത്ഥി യൂണിയൻ ചെയർമാൻ നാസിയ സലീം തുടങ്ങിയവർ പ്രസംഗിച്ചു. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം അർഹരായ ഒരാൾ പോലും പുറത്താവില്ല. നിരീക്ഷകൻ MG രാജമാണിക്യം. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ കരട് പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടില്ലെന്ന് കരുതി അർഹരായ ഒരാൾ പോലും വോട്ടർ പട്ടികയിൽ നിന്നും പുറത്താകില്ലെന്ന് റവന്യൂ സെക്രട്ടറി വോട്ടർ പട്ടിക നിരീക്ഷകനുമായ MG രാജമാണിക്യം പറഞ്ഞു. വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് കണ്ണൂർ ജില്ലയിലെ MLA മാർ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവരുമായി കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടത്തിയ ചർച്ചയിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം സംബന്ധിച്ച് നിരവധി ആശങ്കകൾ ജനങ്ങൾക്കും രാഷ്ട്രീയ പാർട്ടികൾക്കുമുണ്ട്. എന്നാൽ ഇവ അടിസ്ഥാനരഹിതമാണ്. ബൂത്ത് ലെവൽ ഓഫീസർമാർ നൽകിയ ഫോമുകൾ കൃത്യമായി പൂരിപ്പിച്ച് തിരികെ നൽകാത്തവർ, വിവരങ്ങൾ കൃത്യമായി നൽകാൻ കഴിയാത്തവർ എന്നിങ്ങനെയുള്ളവരാണ് കരട് പട്ടികയിൽ ഉൾപ്പെടാതെ പോയത്. ഹിയറിംഗിന് വിളിച്ചത് മതിയായ രേഖകൾ ഹാജരാക്കുന്നത് വരെ പട്ടികയിൽ ഉൾപ്പെടുത്തും. പ്രവാസികൾ ഫോം 6 ഉപയോഗിച്ച് വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്താൻ അപേക്ഷ നൽകിയാൽ ബന്ധുക്കൾക്ക് ഹിയറിംഗിന് ഹാജരാകാം. കൂടാതെ കിടപ്പു രോഗികളായവർക്ക് പകരം ബന്ധുക്കൾ ഹിയറിംഗിന് ഹാജരായാലും മതിയാകും അദ്ദേഹം പറഞ്ഞു. സ്ഥലത്തില്ലാത്തവർ, സ്ഥലം മാറിപ്പോയവർ, മരണപ്പെട്ടവർ എന്നിവരും എണ്ണം ജില്ലയുടെ ശരാശരിയേക്കാൾ കൂടിയ മണ്ഡലങ്ങളിലെ വോട്ടർ പട്ടിക പുതുക്കൽ നടപടിക്രമങ്ങൾ സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. മുചക്ര വാഹന വിതരണം നടത്തി. എടക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് 2025-26 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഭിന്നശേഷിക്കാർക്ക് നൽകുന്ന മുചക്ര വാഹനങ്ങളുടെ വിതരണോദ്ഘാടനം കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ നിർവഹിച്ചു. പെർളശ്ശേരി
ചെമ്പിലോട്, കൊളച്ചേരി, കടമ്പൂർ ഗ്രാമപഞ്ചായത്തുകളിലെ 9 ഭിന്നശേഷിക്കാർക്കാണ് മുചക്രവാഹനം നൽകിയത്. വിജ്ഞാന കേരളം തൊഴിലധിഷ്ഠിത പദ്ധതിയുടെ ഭാഗമായി എടക്കാട് ബ്ലോക്ക് പഞ്ചായത്തിലെ നടക്കുന്ന 3ാമത്തെ ജോബ് ഫെയറിന്റെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ നിർവഹിച്ചു. 21 തൊഴിൽ വിഭാഗങ്ങളിലായി 95 ഒഴിവുകളിലേക്കാണ് പ്ലേസ്മെന്റ് നടത്തിയത്. 100ഓളം ഉദ്യോഗാർത്ഥികൾക്ക് ജോബ് ഫെയറിൽ പങ്കെടുത്തു. എടക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടിയിൽ എടക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ.വി. ബിജു അധ്യക്ഷനായി. ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി കെ.വി. പ്രസീത, എടക്കാട് ഡി.സി.ഒ രജനി റിപ്പോർട്ട് അവതരണം നടത്തി. എടക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇ. ബിന്ദു, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ മോഹനൻ മൂത്തേടം, ഒ.സി. ബിന്ദു, മുസ്തഫ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ കെ.വി. ജിലൻ തുടങ്ങിയവർ പങ്കെടുത്തു.